സൗണ്ട് വേവ്സ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി എക്സാമിന് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ചെറിയ സമയം കൊണ്ട് ഈ ഒരു ചാപ്റ്ററിന് കംപ്ലീറ്റ് ആയിട്ട്, അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്ക് മൊത്തം വായിച്ച് നോക്കുക എന്നുള്ളതല്ല. ഇതുവരെ ഈ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഏതൊക്കെ തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അതെല്ലാമാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ മുമ്പിൽ ടേം 1 ചോദ്യ പേപ്പറുണ്ട്, ടേം 2 ചോദ്യ പേപ്പറുണ്ട്, മോഡൽ എക്സാമിൻ്റെ ചോദ്യ പേപ്പർ, പിന്നെ സെറ്റ് ABC എന്ന് പറഞ്ഞിട്ട് 3 ചോദ്യ പേപ്പർ, അങ്ങനെ മൊത്തം 6ഓളം ചോദ്യ പേപ്പറുകൾ നമ്മുടെ പക്കലുണ്ട്. അപ്പോൾ ആ ചോദ്യ പേപ്പറുകൾ ഒന്ന് മൊത്തം നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടൂലേ ഈ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ആ ടോപ്പിക്കുകളും ആ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, വർക്കൗട്ട് ചെയ്യും. അപ്പോൾ സമയം ഒട്ടും തന്നെ കളയുന്നില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ ക്ലാസ്സിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഓസിലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റിയാണ്. പക്ഷേ ഇതുവരെ ഓസിലേഷൻ എന്താണെന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ നമ്മൾ അറിയണം ഓസിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്. ഒരു ഒബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ, ടു ആൻഡ് ഫ്രോ, അങ്ങോട്ടുള്ള മൂവ്മെന്റ് നമ്മൾ ടു എന്ന് വിളിക്കും, ഇങ്ങോട്ടുള്ളതിനെ ഫ്രോ എന്ന് വിളിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താൽ അതാണ് ഓസിലേഷൻ. അങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ നമുക്കത് കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ആദ്യം ഇരിക്കുന്ന പൊസിഷൻ അല്ലെങ്കിൽ അതിന്റെ ഫസ്റ്റ് പൊസിഷൻ, നമ്മൾ അതിന്റെ മീൻ പൊസിഷൻ എന്ന് പറയും. ഇവിടെ നിന്ന് എത്രത്തോളം ദൂരമാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തിട്ടുള്ളത്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആംപ്ലിറ്റ്യൂഡ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മീൻ പൊസിഷൻ ആണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡിനകത്ത് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ട് ഈ ഒരു ദൂരം തന്നിട്ട് ആംപ്ലിറ്റ്യൂഡ് ചോദിച്ചാൽ എടുത്ത് എഴുതാൻ പറ്റുമല്ലോ. ആംപ്ലിറ്റ്യൂഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, മീറ്റർ ആണ്. അതുപോലെ ഒരു ആംപ്ലിറ്റ്യൂഡ്, അതായത് ഒരു ആംപ്ലിറ്റ്യൂഡ് എന്നല്ല, ഒരു ഓസിലേഷൻ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മൂവ്മെന്റ്. അങ്ങനെ അങ്ങോട്ടുള്ള ഒരു മൂവ്മെന്റും ഇങ്ങോട്ടുള്ള ഒരു മൂവ്മെന്റും ഒരു തവണ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് എന്താവുന്നത്, ഒരു ഓസിലേഷൻ ആകുന്നത്. അങ്ങനെ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന സമയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, പീരീഡ്. എന്താണ്, പീരീഡ്. അല്ലെങ്കിൽ നമ്മൾ അതിന് ടൈം പീരീഡ് എന്ന് വിളിക്കും. കാരണം ടി എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ആംപ്ലിറ്റ്യൂഡിന് നമ്മൾ എ എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ, ഒരു കംപ്ലീറ്റ് ഓസിലേഷന് വേണ്ട സമയം. യൂണിറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, സെക്കൻഡ് ആണ് യൂണിറ്റ് എന്ന് പറയും. എസ് ഐ യൂണിറ്റ് എന്താണ്, സെക്കൻഡ് ആണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, പീരീഡ് എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇങ്ങനത്തെ ഫിഗർ നമുക്ക് എളുപ്പമാണ്, ഗ്രാഫ് വരുമ്പോഴേ ബുദ്ധിമുട്ട്. അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പറയും. അടുത്ത് വരുന്നതാണ് എന്ത്, ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്താണ്, ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് സമയത്തിൽ എത്ര ഓസിലേഷൻ ഉണ്ടാകുന്നു, ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ഓസിലേഷൻ്റെ അളവാണ് ഫ്രീക്വൻസി. അതിന്റെ യൂണിറ്റ് എന്താണ്, ഹെഡ്സ് ആണ്. അപ്പൊ ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയുണ്ട്, ആംപ്ലിറ്റ്യൂഡ് ചോദിച്ചിട്ടുണ്ട്, ടൈം പീരീഡ് ചോദിച്ചിട്ടുണ്ട്, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് വരെ സെപ്പറേറ്റ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. ഇത് മൂന്നിന്റെ ഡെഫിനിഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം. ഇതാണ് ആദ്യം വരുന്ന 3 കാര്യം. ഇനി ഇവിടെ നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞ ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടൈം പീരീഡിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. എഫ് ഈസ് ഈക്വൽ ടു 1/t. ഇത് ചോദ്യങ്ങൾക്ക്, പ്രോബ്ലം ന്യൂമറിക്കൽ ചോദ്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എഫ് ഈസ് ഈക്വൽ ടു 1/t. നമുക്ക് ഇന്നത്തെ ക്ലാസ് തന്നെ എന്ത് ചെയ്യാം, ചോദ്യങ്ങളും ചെയ്ത് തന്നെ പഠിക്കാം. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. അടുത്ത ഒരു ഒബ്ജക്റ്റിന്റെ ഫ്രീക്വൻസി പറ്റിയല്ല നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്താണ്, ഒരു സെക്കൻഡ് സമയത്തിലുണ്ടാകുന്ന നമ്പർ ഓഫ് ഓസിലേഷൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീക്വൻസി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേഷൻ തന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ അതിനാവശ്യമായിട്ടുള്ള ടോട്ടൽ ടൈമും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഇത് രണ്ടിനെയും കൂടെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് അവിടെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പോൾ ചില ഗ്രാഫ് ഇങ്ങനെ തന്നിട്ട് ചോദിക്കും, ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ഒരു ക്രസ്റ്റും ട്രഫും ആകുമ്പോഴാണ് 1, അങ്ങനത്തെ 2, അങ്ങനത്തെ 3 എണ്ണം തന്നിട്ട് ഈ പറഞ്ഞ വൈ എക്സ് ആക്സിസിൽ ടൈമാണ് തന്നിട്ടുള്ളതെങ്കിൽ ഇവിടുത്തെ ഫ്രീക്വൻസി ചോദിച്ചു കഴിഞ്ഞാൽ 1, 2, 3 വേവ് ഉണ്ടായി. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേവ് 3 ബൈ ടൈം ഇവിടെ തന്നിട്ടുണ്ട്, 1 സെക്കൻഡോ 5 സെക്കൻഡോ തന്നിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന ടൈം എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഫ്രീക്വൻസി ഹെഡ്സിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അത് മറന്നു പോരുത്. ഇനി നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഒബ്ജക്റ്റിന്റെ ഇന്നേറ്റ് ഫ്രീക്വൻസി. ഒരു ഒബ്ജക്റ്റിന്റെ ഇന്നേറ്റ്, അതാണ് ആ വാക്ക്. എന്താ ഇന്നേറ്റ് എന്ന് വെച്ചാൽ, അത് ഫ്രീ ആയിട്ട് നമ്മൾ ആ മൂവ് ചെയ്യാൻ വിട്ടാൽ, അത് നമ്മൾ തട്ട് കൊടുത്തിട്ട് തന്നെ ഫ്രീ ആയിട്ട് വിട്ടാൽ അത് ഏത് ഫ്രീക്വൻസി വൈബ്രേറ്റ് ചെയ്യും, അതാണ് ഇന്നേറ്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി. അപ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കി വെക്കേണ്ട ഒരു കാര്യം, നാച്ചുറൽ ഫ്രീക്വൻസി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. നാച്ചുറൽ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്ന
ഒരു 4ഓളം കാര്യങ്ങളുണ്ട്. അതിലൊരു 3 ഇമ്പോർട്ടൻറ്റ്. ഒന്ന് ഒബ്ജക്റ്റിന്റെ ലെങ്ത്. ഒന്നാമത്തെ ടേം ചോദ്യ പേപ്പർ ചോദിച്ചതാണ്. ഓക്കെ, ഒബ്ജക്റ്റിന്റെ ലെങ്ത്. മറ്റൊന്ന് ഒബ്ജക്റ്റിന്റെ സൈസ്. മൂന്നാമത്തേത് ഒബ്ജക്റ്റിന്റെ ഇലാസ്റ്റിസിറ്റി. ഇത് മൂന്നും ഒരു ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്ത ഘടകങ്ങളാണ്. പഠിക്കാൻ എളുപ്പമാണ്. ഇത് മൂന്ന് കൂടിയാലും ഫ്രീക്വൻസി എന്ത് ചെയ്യും? കുറയും. അതായത് ഒബ്ജക്റ്റിന്റെ നീളം കൂടിയാലും ഫ്രീക്വൻസി, നാച്ചുറൽ ഫ്രീക്വൻസി കുറയും. ഒബ്ജക്റ്റിന്റെ വലിപ്പം കൂടുതലാണെങ്കിലും ഫ്രീക്വൻസി കുറവായിരിക്കും. ഒബ്ജക്റ്റിന് ഭയങ്കര ഇലാസ്റ്റിസിറ്റി ഉണ്ടെങ്കിലും എന്ത് ചെയ്യും? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. എന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് എത്ര തവണ വൈബ്രേറ്റ് ചെയ്യും. നീളം കൂടിയ ഒബ്ജക്റ്റുകൾ ഒരു സെക്കൻഡിൽ കുറച്ച് തവണ മാത്രമേ വൈബ്രേറ്റ് ചെയ്യുള്ളൂ. സോ ലെങ്ത് ഇൻക്രീസസ്, ഫ്രീക്വൻസി ഡിക്രീസസ്. വലിപ്പം കൂടിയ ഒബ്ജക്റ്റുകൾ നമുക്ക് ഒരുപാട് പെട്ടെന്ന് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ സൈസ് കൂടിയാലും ഫ്രീക്വൻസി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഇലാസ്റ്റിസിറ്റി, ഒരുപാട് ഇലാസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ അത് വൈബ്രേറ്റ് ചെയ്യത്തില്ല. അത് ആ പറഞ്ഞ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാരണം എന്ത് ചെയ്യും? അത് വൈബ്രേറ്റ് ചെയ്യാതെ തന്നെ റെസിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇലാസ്റ്റിസിറ്റി കൂടിയാലും ഫ്രീക്വൻസി കുറയും. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ എന്തായാലും ഇത് ആലോചിക്കത്തില്ല, പക്ഷേ ആലോചിക്കണം. ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇത് മൂന്നിൽ എന്ത് കൂടിയാലും, അതായത് നമുക്കിപ്പോൾ കുറേ ഒബ്ജക്റ്റുകൾ തന്നിട്ട്, പല നീളത്തിലുള്ള കുറേ ഒബ്ജക്റ്റ് തന്നിട്ട് നമ്മൾ ഈ ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി വൈബ്രേറ്റ് ചെയ്യുന്ന ആരായിരിക്കും എന്ന് ചോദിച്ചാൽ 4 പേരെയും 5 പേരെയും ആയിക്കോട്ടെ, അവരെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്ന സോഴ്സ് ഒന്നാണ്. പക്ഷെ ഈ തന്നിട്ടുള്ള ആരായിരിക്കും ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നീളം കുറഞ്ഞ ആളായിരിക്കും എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നത്. ഇനി സൈസ് വ്യത്യാസം വരുമ്പോഴും അത് ഓർത്തോളണം. ഇലാസ്റ്റിസിറ്റി വ്യത്യാസം വന്നാലും അത് ഓർത്തോളണം. ഇനി എന്താണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് വെച്ചാൽ? ഇപ്പൊ പറഞ്ഞ കാര്യം, നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ നിർബന്ധിപ്പിച്ച് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. അതായത് ഇൻഡ്യൂസിങ് എ വൈബ്രേഷൻ എന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഇന്നേറ്റ് ഫ്രീക്വൻസി ആണെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി. ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ഈ പറയുന്ന വൈബ്രേഷൻ ഇൻഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഇൻഡ്യൂസ്ഡ് വൈബ്രേഷൻ. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്ത് അങ്ങനെ വൈബ്രേറ്റ് ചെയ്യിക്കുമ്പോൾ അതിന് ഫ്രീക്വൻസി ഉണ്ടാവുമല്ലോ. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോഴ്സ്ഡ് ഫ്രീക്വൻസി എന്ന് ഓർത്ത് വയ്ക്കാം. അത് നമ്മൾ എന്ത് വിളിക്കാം? ഫോഴ്സ്ഡ് ഫ്രീക്വൻസി എന്ന് ഓർത്ത് വയ്ക്കാം. സെറ്റ് അല്ലേ? അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ സ്വന്തമായിട്ട് തട്ടിവിട്ടാൽ അത് വൈബ്രേറ്റ് ചെയ്യുന്ന നാച്ചുറൽ ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് ബൈ ടോട്ടൽ ടൈം എടുത്താൽ മതി. അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് കംപ്ലീറ്റ് വേവ്സ് ബൈ ടോട്ടൽ ടൈം എടുത്താൽ കിട്ടും. അടുത്ത് ഇത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. ലെങ്ത്, സൈസ്, ഇലാസ്റ്റിസിറ്റി. ലെങ്ത് കൂടിയാലും സൈസ് കൂടിയാലും ഇലാസ്റ്റിസിറ്റി കൂടിയാലും ഫ്രീക്വൻസി കുറയും. അപ്പോൾ ലെങ്ത് കുറഞ്ഞ ആൾ അല്ലെങ്കിൽ സൈസ് കുറഞ്ഞ ആൾ, ഇലാസ്റ്റിസിറ്റി കുറഞ്ഞ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ മറ്റൊരു ഒബ്ജക്റ്റ് ഉപയോഗിച്ച് വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചാൽ അത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഫോഴ്സ്ഡ് വൈബ്രേഷൻ കാരണം ഒബ്ജക്റ്റ് ഉണ്ടാകുന്ന ഫ്രീക്വൻസി ഫോഴ്സ്ഡ് ഫ്രീക്വൻസി. അപ്പോൾ പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലോട്ട് പോകാമല്ലോ. റെസൊണൻസ്. ഇത് 100% ചോദ്യം വരുമെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം എന്താണ് റെസൊണൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റിൻ്റെ നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി അതുപോലെ നമ്മൾ ഒബ്ജക്റ്റ് നമ്മൾ ഫോഴ്സ് ചെയ്ത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ്ഡ് ഫ്രീക്വൻസിയും തുല്യമായിട്ട് മാറുന്ന ഒരു അവസ്ഥയായിരിക്കും. ഈ സമയത്ത് ആ പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും ഈ പറഞ്ഞ അവസ്ഥയിൽ ഉണ്ടാകും. ഈ അവസ്ഥയാണ് നമ്മൾ റെസൊണൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എപ്പോഴാണോ ഒരു ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും അതിനെ ഫോഴ്സ് ചെയ്തപ്പോൾ ഉണ്ടായ ഫ്രീക്വൻസിയും തുല്യമായി മാറുന്നത്, അങ്ങനെ മാറുന്ന സമയത്ത് ആ ഒബ്ജക്റ്റ് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ എന്ത് ചെയ്യും? അത് വൈബ്രേറ്റ് ചെയ്യും. ഈ അവസ്ഥയാണ് നമ്മൾ റെസൊണൻസ് എന്ന് പറയുന്നത്. ഇവിടുന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. അപ്പോൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ ഇവിടുന്ന് പ്രതീക്ഷിക്കാവുന്നത്? നമ്മൾ പല ടൈപ്പ് ചോദിക്കും. നമ്മളൊരു ട്യൂണിങ് ഫോർക്ക് എടുത്തു. ആ ട്യൂണിങ് ഫോർക്കിൻ്റെ ഒരു ഫ്രീക്വൻസി വന്നേക്കും ഇപ്പോൾ 512 ഹെർട്സ് എന്ന് വന്നിരിക്കും. നമ്മൾ ആ ഒബ്ജക്റ്റിനെ ഈ ഒബ്ജക്റ്റിനെ നമ്മൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്യൂണിങ് ഫോർക്കിന് നമ്മൾ തട്ട് കൊടുത്തു. അപ്പോൾ അത് വൈബ്രേറ്റ് ചെയ്തു. ഈ വൈബ്രേറ്റ് ചെയ്യുന്ന ട്യൂണിങ് ഫോർക്കിന് നമ്മൾ കൊണ്ടുപോയി അവിടെ കുറേ എന്തിരിക്കുകയാണ്, അതായത് ഇതുപോലെയുള്ള മെറ്റൽ പീസസ് ഇരിക്കുകയാണ്. ആ മെറ്റൽ പീസസിൽ ഇരുന്നപ്പോഴത്തേക്കും അതെല്ലാം നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്തു. എങ്കിലും ഇവിടെ നടന്ന കണ്ടീഷൻ എന്ത്? റെസൊണൻസ്. റെസൊണൻസ്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം നല്ല രീതിയിൽ മറ്റുള്ളവരെക്കാൾ കൂടുതലായി വൈബ്രേറ്റ് ചെയ്തെങ്കിൽ ആ പറഞ്ഞ ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? 512 ഹെർട്സ് കൊടുത്ത് ഫോഴ്സ് ചെയ്തപ്പോഴത്തേക്കും ഈ ഒബ്ജക്റ്റ് മാത്രം നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും എത്ര തന്നെയായിരിക്കും? 512 ഹെർട്സ് തന്നെയായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഇതാണ് റെസൊണൻസ്. പിന്നെ ഇമ്പോർട്ടൻ്റ് വരുന്നത് എന്താണ്? നമ്മുടെ വേവ് മോഷൻ. വേവ് മോഷനിൽ വേറെ ഒന്നുമില്ല. എന്താണ് വേവ് മോഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? വേവ് മോഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ വെള്ളത്തിൽ കല്ലിടുമ്പോൾ ഉണ്ടാകുന്നത് വേവ് മോഷൻ, സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നത് വേവ് മോഷൻ. എന്താണ് വേവ് മോഷൻ? വേവ് മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് എനർജി. ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലോട്ട് എനർജിയുടെ ട്രാൻസ്ഫർ ഉണ്ടാകുന്നതാണ് അങ്ങനെ
വേവ് മോഷൻ. ഇതുണ്ടാവുന്നത് എങ്ങനെയാണ്? ഇത് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇത് മൂവ് ചെയ്യുന്നത് പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷനിലൂടെയാണ്, അല്ലെങ്കിൽ പാർട്ടിക്കിളിന്റെ ഓസിലേഷനിലൂടെയാണെന്നുള്ളത് മനസ്സിലാക്കണം. അതാണ് വേവ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വേവിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഒരു കാര്യമാണ്. ഒന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് വേവും, മറ്റൊന്ന് എന്താണ് മെക്കാനിക്കൽ വേവും. അല്ലെ, ഇലക്ട്രോ മാഗ്നറ്റിക്കും മെക്കാനിക്കൽ. എന്താ വ്യത്യാസം? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് എന്ത് വേണ്ട? ഒരു മീഡിയം ആവശ്യമില്ല. ഒരു മീഡിയം ആവശ്യമില്ലാത്ത വേവ്സ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. എന്നാൽ മീഡിയം ആവശ്യമായിട്ടുള്ള വേവ്സ് ആണ് എന്തെന്ന് പറയുന്നത്? മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് മീഡിയം വേണ്ട, മെക്കാനിക്കൽ വേവ്സിന് മീഡിയം വേണം. മെക്കാനിക്കൽ വേവിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കാനായിട്ട് പറ്റും. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ എന്ത് വരും? റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, എക്സ്റേ, വിസിബിൾ ലൈറ്റ് ഒക്കെ ഇതിനകത്ത് വരും. നമ്മൾ ആ സ്പെക്ട്രത്തിനകത്ത് പിന്നീട് പഠിച്ച കാര്യങ്ങൾ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അടുത്ത മെക്കാനിക്കൽ വേവിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ലോങ്കിറ്റ്യൂഡിനൽ വേവും അതുപോലെ തന്നെ എന്താണ് ട്രാൻസ്വേഴ്സ് വേവും. ലോങ്കിറ്റ്യൂഡിനൽ വേവും ട്രാൻസ്വേഴ്സ് വേവും, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ലോങ്കിറ്റ്യൂഡിനൽ വേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ പടങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം പടം തന്നിട്ടാണ് ചോദിക്കുന്നത്. ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുന്നു. എന്താ സംഭവിക്കുന്നത്? എയർ ഇങ്ങനെ പ്രസ്സാകുന്നു, റിലീസാകും, പ്രസ്സാകുന്നു, റിലീസാകും, അങ്ങനെ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഈ പറഞ്ഞ പ്രസ്സാകുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേര് കംപ്രഷൻ, ഇങ്ങനെ റിലാക്സ് ആകുന്ന സ്ഥലത്തിനെ വിളിക്കുന്ന പേര് റെയർ ഫ്രാക്ഷൻ. അപ്പോൾ കംപ്രഷനും റെയർ ഫ്രാക്ഷനിലൂടെ ട്രാവൽ ചെയ്യുന്നു. പക്ഷേ ഡെഫിനിഷൻ അതല്ല. ഇതാ ഡെഫിനിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ദിശ ഇതാണ്, പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ദിശ ഇതാണ്. പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്ന ദിശയും അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. അപ്പോൾ ഇവർ പരസ്പരം എന്താണ്? ഇവർ പരസ്പരം എന്താണ്? പാരലൽ. ഇവർ പരസ്പരം എന്താണ്? പാരലൽ. അപ്പോൾ ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ദിശയും അത് വൈബ്രേറ്റ് ചെയ്യുന്ന ദിശയും പരസ്പരം പാരലൽ ആണെങ്കിൽ അത്തരം വേവിൽ വിളിക്കുന്ന പേരാണ് ലോങ്കിറ്റ്യൂഡിനൽ വേവ്. ഒരു സ്പ്രിങ് അല്ലെങ്കിൽ സ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടെസ്റ്റ് പല എക്സാമ്പിളും തരും. സംഭവം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫിഗർ തന്നിട്ട് ഇത് എന്ത് വേവ് എന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി പറഞ്ഞോളാം ഇതെന്താണ്? ഇത് ലോങ്കിറ്റ്യൂഡിനൽ വേവാണ്. അപ്പൊ ഈ താഴത്തെ പടം തന്നിട്ട് ഇത് എന്ത് വേവ് ആണെന്ന് ചോദിച്ചാൽ ഇത് പെട്ടെന്ന് നമ്മൾ പറയും ഇത് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞോളാം. പക്ഷേ ഇവിടെ നോക്കിയേ, ഇവിടെ എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ ഡിസ്പ്ലേസ്മെന്റും ആണ്. ശ്രദ്ധിച്ചോളാം. എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ ഡിസ്പ്ലേസ്മെന്റും തന്നു കഴിഞ്ഞാൽ അത് ട്രാൻസ്വേഴ്സ് ആവണം നിർബന്ധമൊന്നുമില്ല. ഇത് വേണമെങ്കിൽ എന്തുമാകാം? ലോങ്കിറ്റ്യൂഡിനൽ വേവ് വേണമെങ്കിലും ആകാം. തെറ്റിപ്പോകരുത്. കാരണം സമയത്തിനനുസരിച്ച് തന്നെയാണ് ഇവിടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. അപ്പൊ സമയവും മൂവ്മെന്റുമാണ് തന്നതെങ്കിൽ ഇത് വേണമെങ്കിൽ ലോങ്കിറ്റ്യൂഡിനൽ ട്രാൻസ്വേഴ്സും ആവാം. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് എന്തിനാ ഞാൻ ഇപ്പൊ എടുത്ത് പറഞ്ഞതെന്ന് ചോദിച്ചു. ഒരു പരീക്ഷയ്ക്ക് ഇതുപോലത്തെ ഒരു വേവ് തന്നിട്ട് എന്ത് തരം വേവ് ആണ് ഇതെന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ഒഫീഷ്യൽ ആൻസർ കീഴിൽ അവര് ട്രാൻസ്വേഴ്സ് ഓർ ലോങ്കിറ്റ്യൂഡിനൽ എന്നായിരുന്നു ഉത്തരം കൊടുത്തത്. എല്ലാ കുട്ടികളും ഒന്ന് ട്രാൻസ്വേഴ്സ് ആണ് എഴുതിയത്, മാർക്ക് തന്നു. എങ്കിലും ഇത് ലോങ്കിറ്റ്യൂഡിനൽ വേവും ആവാം, ഇവിടെ ടൈം ആണെങ്കിൽ എന്നൊന്ന് ഓർത്തോളാം. അപ്പോൾ എങ്ങനെയാണ് ലോങ്കിറ്റ്യൂഡിനൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? കംപ്രഷനും റെയർ ഫ്രാക്ഷനിലൂടെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എന്തെന്ന് പറയുന്നത്? സൗണ്ട് എന്ന് പറയും. ശബ്ദം, സൗണ്ട് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എന്താണ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? കണ്ടോ, പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഓഫ് ട്രാവലും എന്നാൽ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്ന ദിശ എന്ന് പറയുന്നതും തമ്മിൽ നോക്കിയാൽ ഇവർക്കിടയിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അങ്ങനെ 90 ഡിഗ്രി ആണെങ്കിൽ നമ്മളതിനെ എന്ത് വിളിക്കും? നമ്മളതിനെ പെർപെൻഡിക്കുലാർ എന്ന് വിളിക്കും. അല്ലെ, എന്ത് വിളിക്കും? പെർപെൻഡിക്കുലാർ എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ അതാണ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയും. അങ്ങനെയുള്ള ട്രാൻസ്വേഴ്സ് വേവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കംപ്രഷനും റെയർ ഫ്രാക്ഷനും അല്ല, പകരം കാണുന്നതാണ് എന്ത്? ക്രസ്റ്റ്. അതുപോലെ തന്നെ കാണുന്നതാണ് എന്ത്? ട്രഫ്. ക്രസ്റ്റും ട്രഫും ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ് ഓർമ്മയുണ്ടല്ലോ, അതൊരു ടി ഇങ്ങനെ ഇട്ടാൽ മതി. കണ്ടോ ടി ചരിച്ചിട്ടേക്കല്ലേ, എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ അത് ട്രാൻസ്വേഴ്സ് വേവ്. ലോങ്കിറ്റ്യൂഡിനൽ വേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ആണ്. അല്ലെ, ലെങ്ത് ആണ്. എന്താണ് ലെങ്ത് ആണ്? അതായത് രണ്ടും എല്ലാണ്. അല്ലെ, രണ്ടുപേരും പരസ്പരം എന്താണ്? പാരലൽ. അപ്പൊ എൽ ഇന്ന് ലോങ്കിറ്റ്യൂഡിനൽ. ട്രാൻസ്വേഴ്സ് എന്ന് പറയുമ്പോൾ ടി ഇട്ടിട്ട് ഇങ്ങനെ വരച്ചു വെച്ചാൽ ട്രാൻസ്വേഴ്സ് കിട്ടുമല്ലോ. അടുത്ത് വരുന്നതാണ് വേവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അതിലാദ്യം വരുന്നതാണ് ആംപ്ലിറ്റ്യൂഡ്, പിന്നെ എന്ത് വരുന്നുണ്ട്? ഫ്രീക്വൻസി, പിന്നെ എന്ത് വരുന്നുണ്ട്? പീരീഡ്, വേവ് ലെങ്ത്, വെലോസിറ്റി ഒക്കെ വരുന്നുണ്ട്. അത് ഓരോന്നും നമുക്ക് നോക്കിയാലും ഫസ്റ്റ് വരുന്നതാണ് ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ഇവിടെ ഞാൻ ആംപ്ലിറ്റ്യൂഡ് വിശദീകരിക്കാനൊന്നും നിൽക്കുന്നില്ല. ചോദ്യം വരുമ്പോൾ എങ്ങനെ ഉത്തരം എഴുതാമെന്ന് നോക്കും. ഇതുപോലത്തെ ഒരു ഗ്രാഫ് വന്നിട്ട് ചോദിക്കും വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എവിടെ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്? മീൻ പൊസിഷനിൽ നിന്നും. അപ്പോൾ ഇവിടെ എന്താ മീൻ പൊസിഷൻ? എന്താ കണ്ടോ, ഒരു ഗ്രാഫിൽ ഈ വരയ്ക്കുന്ന ലൈനാണ് മീൻ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഇവിടെ നിന്ന് മാക്സിമം എത്ര ദൂരം പോയി. അപ്പോൾ മാക്സിമം എത്ര ദൂരം പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ് ആണ്, ഇവിടെ ഇ എന്ന് പറയുന്ന പോയിന്റ്.
താഴെയാണെങ്കിൽ സി എന്ന് പറയുന്ന പോയിന്റും മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് കാണിക്കുന്ന പോയിന്റാണ്. എത്രയാണ് അതിന്റെ വാല്യൂ? വാട്ട് ഇസ് ദ ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നിങ്ങൾ എവിടെ നിന്ന് ഉത്തരം എഴുതും? അപ്പം നിങ്ങൾ നോക്കേണ്ടത് ഏത് ഗ്രാഫിലോട്ടാണ്? വൈ ആക്സിസിലോട്ടാണ്. ഇതിന് നേരെ വരുന്ന പോയിന്റ് 2. അപ്പോൾ ഇവിടെ ഉത്തരം എന്ന് പറഞ്ഞാൽ 2. ഇവിടെ യൂണിറ്റ് എന്താണ്? സെന്റിമീറ്റർ. അപ്പോൾ 2 സെന്റിമീറ്റർ ആണ് നിങ്ങൾ എഴുതണം. വേണമെങ്കിൽ സെന്റിമീറ്ററിനെ മാറ്റി 0.2 മീറ്റർ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ അതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗ്രാഫ് വന്നിട്ട് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മെയിൻ പൊസിഷൻ. അപ്പോൾ ഇത് സാധാരണ ട്രാൻസ്വേഴ്സ് വേവുകളിൽ നമുക്ക് ചോദിക്കാറുണ്ട്. ഇനി വരുന്നതാണ് എന്ത്? പീരീഡ്. എന്താണ് പീരീഡ് എന്ന് വെച്ചാൽ ഒരു വേവ് കംപ്ലീറ്റ് ആകാനുള്ള സമയം. അപ്പോൾ ഒരു വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ക്രസ്റ്റും വരും, ഒരു ട്രഫും വരും. അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂണൽ വേവിലാണെങ്കിൽ ഒരു കംപ്രഷനും വരും, ഒരു റെയർഫ്രാക്ഷൻ വരും. അപ്പോൾ നോക്കിയേ, ഒരു ക്രസ്റ്റ്, ഒരു ട്രഫ്, ഇത് കംപ്ലീറ്റ് ചെയ്യാനെടുത്ത സമയമല്ലേ ഈ പറഞ്ഞ എക്സ് ആക്സിസ് തന്നിട്ടുള്ള. അപ്പോൾ സമയം എന്ന് പറഞ്ഞത് ഇതല്ലേ? ഇത് എത്രയാണ്? 1 സെക്കൻഡ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1 സെക്കൻഡ്. ഇവിടുത്തെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1 സെക്കൻഡ്. ഓക്കെ, ഇത് ഏത് വേവ് ആയാലും കുഴപ്പമില്ല. നമുക്ക് ഇവിടെ കംപ്രഷൻ റെയർഫ്രാക്ഷൻ ഒന്നും തന്നിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് ലോഞ്ചിറ്റ്യൂണൽ വേവിന് വേണമെങ്കിലും ചോദിക്കും, ട്രാൻസ്വേഴ്സിനും ചോദിക്കും. നിങ്ങൾ എത്ര നോക്കിയാൽ മതി, ഒരെണ്ണം കംപ്ലീറ്റ് ആകണം. അത് ക്രസ്റ്റോ, ട്രഫോ, കംപ്രഷൻ, റെയർഫ്രാക്ഷൻ ആണെന്ന് നമുക്കറിയില്ല. ഒന്ന് കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന സമയം എന്താണ്? 1 സെക്കൻഡ്. 1 സെക്കൻഡ് കണ്ടോ? ഇവിടെ കണ്ടോ 1.5 സെക്കൻഡ് കണ്ടോ? ഇത് കണ്ടോ 1.5 സെക്കൻഡ്. അപ്പോൾ പകുതിക്ക് വേണ്ടത് 0.5 അല്ലേ? ഇപ്പോൾ 0.5 ഉള്ള 2 പകുതികൾ ചേർന്നപ്പോൾ 1 സെക്കൻഡ് ആണ് ഇവിടുത്തെ പീരീഡ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യങ്ങൾ ചോദിക്കും. നെക്സ്റ്റ് വരുന്നതാണ് ഫ്രീക്വൻസി. എന്താണ് ഫ്രീക്വൻസി? 1 സെക്കൻഡിൽ എത്ര വേവ് ഉണ്ടായി എന്നുള്ളതാണ് ഫ്രീക്വൻസി, അല്ലെങ്കിൽ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് സൈക്കിൾസ് പാസിംഗ് ത്രൂ എ പോയിന്റ് അറ്റ് എ ഗിവൺ ടൈം, യൂണിറ്റ് ടൈം എന്നും പറഞ്ഞു ചോദിക്കാം. ഫ്രീക്വൻസി അല്ലെ? ഫ്രീക്വൻസിയുടെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എഫ്, യൂണിറ്റ് ആണെങ്കിൽ ഹെഡ്സ്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇവിടുത്തെ ഒരു ചോദ്യം നോക്കി, മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യം. അപ്പോൾ ഇവിടുത്തെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇവിടെ 2 ചോദ്യങ്ങളുണ്ട് അല്ലേ? വിച്ച് ഈസ് ദ വേവ് വിത്ത് ലോവർ ആംപ്ലിറ്റ്യൂഡ്? ഇതിൽ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ വേവ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദൂരമാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി, താഴത്തെ വേവിലാണെങ്കിൽ 0.03യും ഇത് 0.1. അപ്പോൾ ചെറുത് ഏതാ? 0.03. അതുകൊണ്ട് തന്നെ ബി എന്ന് പറയുന്ന വേവ് എന്ന് ഇവിടുന്ന് എഴുതാൻ നിങ്ങൾക്ക് പറ്റത്തില്ലേ? പറ്റും. ബോത്ത് ദ വേവ് എ ആൻഡ് ബി ടേക്ക് 12 seconds ടു റീച്ച് Q to P. ഫൈൻഡ് ഔട്ട് ടു കമ്പയർ ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ് അല്ലേ? ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കും? നേരത്തെ പറഞ്ഞു, ടോട്ടൽ സൈക്കിൾസ് ബൈ ടോട്ടൽ ടൈം. ഇവിടെ നോക്കി പറഞ്ഞിട്ടുണ്ട്, ബോത്ത് വേവ് എ ആൻഡ് ബി. എ എന്ന് പറയുന്ന വേവും ബി എന്ന് പറയുന്ന വേവും ക്യൂ എന്ന് പറയുന്ന പോയിന്റിലെത്തി. ഇവിടെ നിന്ന് പിയിൽ നിന്ന്. എങ്കിൽ ഈ പറയുന്ന വേവിന് എടുത്ത സമയം എന്ന് പറഞ്ഞാൽ 12 സെക്കൻഡ് ആണ്. അപ്പോൾ ഇവിടുത്തെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 സെക്കൻഡ് ആണ്. ടൈം പീരീഡ് അല്ല, ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 12 സെക്കൻഡ് ആണ്. അപ്പം നോക്കി, ഒന്നാമത്തെ വേവ്. അപ്പം ഞാൻ പറഞ്ഞു ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ നമ്പർ ഓഫ് വേവ്സ് അല്ലെ? ടോട്ടൽ വേവ് ബൈ ടോട്ടൽ ടൈം എന്നല്ലേ പറഞ്ഞേ? അപ്പോൾ ഇവിടുത്തെ ഫ്രീക്വൻസി എത്രയാണ്? ടോട്ടൽ വേവ് എത്ര? 1. ഇതാണ് ഒരു ക്രസ്റ്റൻ ട്രഫ് ആകുമ്പോഴല്ലേ 1 ആവുള്ളൂ. 1, 2, 3. 3/12 എയുടെ കാര്യത്തിൽ. എന്നാൽ ബിയുടെ കാര്യത്തിൽ എത്രയായിരിക്കും? 1, 2, 3, 4. 4/12. എത്രയാണോ കിട്ടുന്നത് അതാണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഫ്രീക്വൻസിയിൽ നിന്നും ചോദിക്കുന്നത്. ഓക്കെ, ഇനി സ്പീഡ് കണ്ടുപിടിക്കണം. സ്പീഡ് നമുക്ക് അടുത്ത ഭാഗത്തിലാണ് വരുന്നത്. എന്താണ് വേവ് ലെങ്ത്? വേവ് ലെങ്ത് എന്ന് വെച്ചാൽ എന്താ? ഒരേ ഫേസിലുള്ള 2 പോയിന്റുകൾ തമ്മിലുള്ള ദൂരമാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഒരേ ഫേസിലുള്ള 2 പോയിന്റുകൾ തമ്മിലുള്ള ദൂരമാണ് എന്തെന്ന് പറയുന്നത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അതിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് എന്ത്? ലാംഡ. ഓക്കെ, അത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ലാംഡ. അപ്പോൾ നോക്കി, ഇവിടെ വേവ് ലെങ്ത് 2 തരം വേവ് തന്നിട്ടുണ്ട്. ഇതൊരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്, കാരണം ഇവിടെ ഡിസ്റ്റൻസ് ആണല്ലോ. ഇതൊരു ലോങ്കിറ്റ്യൂഡൽ വേവ് ആണ്. അപ്പോൾ രണ്ടിലും നോക്കി, ഒരേ ഫേസിലുള്ള പോയിന്റുകൾ, ഈ പോയിന്റും ഈ പോയിന്റും, 2 ക്രസ്റ്റുകൾ തമ്മിലുള്ള ദൂരം വേവ് ലെങ്ത് ആണോ? എന്നാൽ ഈ പോയിന്റും ഈ പോയിന്റ് തമ്മിലുള്ള ദൂരവും എന്ത് തന്നെയാണ്? വേവ് ലെങ്ത് തന്നെയാണ്. എന്നാൽ ഈ പോയിന്റും ഈ പോയിന്റ് തമ്മിലുള്ള ദൂരവും വേവ് ലെങ്ത് ആണ്. ഈ പോയിന്റും ഈ പോയിന്റും തമ്മിലുള്ള ദൂരവും വേവ് ലെങ്ത് ആണ്. അപ്പോൾ ഒരേ ഫേസിലുള്ള 2 പോയിന്റ്. ഇവിടെയാണെങ്കിൽ നോക്കിയത് ഈ ചോദ്യം കണ്ടോ? ഇത് കണ്ടോ? ഇവിടവും ഇവിടവും ഇത് ക്രസ്റ്റ്, ഇത് ക്രസ്റ്റ്, അടുപ്പിച്ചുള്ള 2 ക്രസ്റ്റ് തമ്മിലുള്ള ദൂരം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? വേവ് ലെങ്ത് തന്നെയാണ്. അപ്പോൾ അതും കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് വേവ് ലെങ്ത് ആണ്, അത് കണ്ടുപിടിക്കണം നമ്മൾ. അപ്പോൾ വേവ് ലെങ്ത് എന്ന് വെച്ചാൽ എന്താണ്? ഒന്നുകിൽ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വയ്ക്കുക, ഒരേ ഫേസിലുള്ള 2 പോയിന്റുകൾ തമ്മിലുള്ള ദൂരം. അതായത് ഇവനും ഒരേ ഫേസിലല്ലേ ഇരിക്കും. അപ്പോൾ 2 ക്രസ്റ്റുകൾ തമ്മിലുള്ള ദൂരം എന്ന് പറയാം, 2 ട്രഫുകൾ തമ്മിലുള്ള ദൂരം എന്ന് പറയാം, മീൻ പോയിന്റുകൾ 2 തമ്മിലുള്ള ദൂരം എന്ന് പറയാം, 2 കംപ്രഷൻ തമ്മിലുള്ള ദൂരം എന്ന് പറയാം, 2 റെയർഫ്രാക്ഷൻ തമ്മിലുള്ള ദൂരം എന്നും പറയാം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് വേവ് ലെങ്ത് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത് വരുന്നത് ഫ്രീക്വൻസിയും വേവ് ലെങ്ത് തമ്മിലുള്ള റിലേഷനാണ്. മറന്നു പോരുത്. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/λ.
അതുപോലെ എഫ് ഈസ് ഈക്വൽ ടു 1/t ഉണ്ട്. അപ്പോൾ ഫ്രീക്വൻസിക്ക് ടൈം പീരീഡുമായിട്ടും ബന്ധമുണ്ട്, വേവ് ലെങ്തുമായിട്ടും ബന്ധമുണ്ട്. എഫ് ഈസ് ഈക്വൽ ടു 1/t ഉണ്ട്, എഫ് ഈസ് പ്രപ്പോർഷണൽ ടു 1/t ഉണ്ട്, എഫ് ഈസ് ഈക്വൽ ടു എന്താണ് 1/λ ഉണ്ട്, എഫ് ഈസ് ഈക്വൽ ടു 1/λ ഉണ്ട്. രണ്ട് റിലേഷനും ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോളണം. ചോദ്യത്തിന് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. നെക്സ്റ്റ് വരുന്നതാണ് സ്പീഡ്. അപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ആ സ്പീഡിന്റെ ഡെഫിനിഷൻ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ സ്പീഡിനെ പറയാം. അതായത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ബൈ ടോട്ടൽ ടൈം എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ഇനി ഇത് ഡിസ്റ്റൻസും ടൈമും തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. തന്നിട്ടില്ല, നമുക്ക് ഫ്രീക്വൻസിയും വേവ് ലെങ്തും ആണ് തന്നിട്ടുണ്ടെങ്കിൽ v is equal to f ലാംഡ ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആകുന്നു. അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണത്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ അല്ലേ? അടുത്ത് വരുന്നത് സൗണ്ടിന്റെ റിഫ്ലക്ഷൻ. സൗണ്ടിന്റെ റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ എന്താ? സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ തട്ടിയാൽ സൗണ്ട് റിഫ്ലക്ട് ചെയ്യും. അധികം ചോദിച്ചു കണ്ടിട്ടില്ല എങ്കിലും നമ്മുടെ സൗണ്ട് ബോർഡ് എന്നൊരു സാധനവും അതുപോലെ തന്നെ എന്താണ് കർവ്ഡ് സീലിംഗ് ഓർത്ത് വെച്ചോളണം. നമ്മൾ സ്റ്റേജിലൊക്കെ പാടുമ്പോൾ പുറകെ കാണുന്നത് കർവ്ഡ് ബോർഡ് സൗണ്ട് ബോർഡ്. ഇങ്ങനെ സീലിംഗിന്റെ മുകളിൽ വളച്ചു വെച്ചേക്കുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് വിളിക്കും? കർവ്ഡ് സീലിംഗ് എന്ന് വിളിക്കും. അതുപോലെ സ്റ്റെതസ്കോപ്പിനകത്തും വിസ്പറിംഗ് ഗാലറിയിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതൊന്നും ഓർത്ത്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ചോദിച്ച സാധനമാണ് എക്കോ. എന്താ എക്കോ? നമ്മളൊരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത സൗണ്ട് പോയി നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്കത് വ്യക്തമായി കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് എക്കോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എക്കോ കേൾക്കാൻ വേണ്ട സമയത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം, സൗണ്ട് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ സൗണ്ട് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയ ഡിസ്റ്റൻസ് d, ഇങ്ങോട്ട് പോയ ഡിസ്റ്റൻസ് d. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മൊത്തം 2d ആണ്. അപ്പോൾ സൗണ്ടിന്റെ വേഗത എന്ന് പറയുന്നത് 350 മീറ്റർ പെർ സെക്കൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എക്കോ കേട്ട സമയം അറിയാമെങ്കിൽ ദൂരം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ദൂരം അറിയാമെങ്കിൽ എക്കോ കേൾക്കേണ്ട സമയം കണ്ടുപിടിക്കാനോ ഒക്കെ പറ്റും. ബേസിക് ഫോർമുല വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. പക്ഷേ ഇവിടെ വെലോസിറ്റി ഈസ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇരട്ടി എടുക്കാൻ മറന്നു പോരുത്, ബൈ ടൈം. ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ വെലോസിറ്റി നമുക്ക് ചോദിക്കത്തില്ല, അത് സ്റ്റാൻഡേർഡ് ആണ്. ഡിസ്റ്റൻസ് ചോദിക്കാം. അപ്പോൾ ഡിസ്റ്റൻസ് ചോദിക്കും, നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? വെലോസിറ്റി ഇൻറ്റു ടൈം ബൈ 2 എന്ന് എടുക്കും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഇനി ടൈമാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളതെങ്കിൽ എന്തായിരിക്കും? ഡിസ്റ്റൻസിന്റെ ഇരട്ടി ബൈ എന്താണ്? വെലോസിറ്റി വെച്ചിട്ടാണ് നമ്മൾ ടൈം കണ്ടുപിടിക്കേണ്ടത്. ഇത് മാറിപ്പോകരുത്. ഇവിടുന്ന് ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ ചോദിക്കും, പണി കിട്ടും. ചോദ്യം നമുക്കിന്ന് ചെയ്ത് പഠിക്കാം. ഓക്കെ, റെഡിയല്ലേ? അടുത്ത കാര്യം റിവർബറേഷൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു, എക്കോ കേൾക്കാൻ വേണ്ട മിനിമം ദൂരം 17.5 മീറ്റർ ആണ്. അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. വേഗത വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്ത് വരുന്ന സംഭവമാണ് റിവർബറേഷന്റെ ഇമ്പോർട്ടൻ്റ് ആയ സാധനമായിട്ടുള്ള പെർസിസ്റ്റൻസ് ഓഫ് ഓഡിബിലിറ്റി. ഓക്കെ, എന്താണ് പെർസിസ്റ്റൻസ് ഓഫ് ഓഡിബിലിറ്റി എന്ന് വെച്ചാൽ എന്താ? നമുക്കൊരു സൗണ്ട് കേട്ട് അത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാൻ 0.1 സെക്കൻഡ് സമയം വേണം. നമ്മളൊരു സൗണ്ട് കേട്ട് ആ സൗണ്ട് നമുക്ക് തിരിച്ചറിയാൻ എത്ര സമയം വേണം? 0.1 സെക്കൻഡ് വേണം. അപ്പൊ 0.1 സെക്കൻഡ് സമയത്തിന് മുമ്പ് സൗണ്ട് നമ്മൾ കേൾക്കാൻ ഇടവന്നാൽ ആ സൗണ്ടിന് നമുക്ക് വ്യക്തമായി തിരിച്ചറിയാൻ പറ്റത്തില്ല. അങ്ങനെ പറ്റാതെ വരുന്ന അവസ്ഥയാണ് നമ്മൾ റിവർബറേഷൻ എന്ന് പറയുന്നത്. ഒറിജിനൽ സൗണ്ട് നമുക്ക് ലിങ്കർ ചെയ്യുന്നതായിട്ട് തോന്നും. ബിഫോർ ഈ പറഞ്ഞ ഒറിജിനൽ സൗണ്ട് ഫെയ്ഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരു മുഴക്കം പോലെ കേൾക്കുന്ന സൗണ്ട് റിവർബറേഷൻ. നമ്മൾ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കേൾക്കുന്ന രസകരമായിട്ട് തോന്നുന്ന ഒരു സൗണ്ടാണ്, അതാണ് റിവർബറേഷൻ. എന്നാൽ ഒരു സൈലന്റ് ഒരു ക്ലാസ് റൂമിനകത്ത് നിങ്ങൾ പെട്ടെന്ന് കയറുമ്പോൾ നിങ്ങൾക്ക് ഒരു മുഴക്കം പോലെ ഫീൽ ചെയ്യുന്നത്, അതൊക്കെ ഇതിനകത്ത് വരുന്നത് തന്നെയാണ്. അത് റിവർബറേഷൻ ആണ്. പക്ഷേ പെർസിസ്റ്റൻസ് ഓഫ് ഓഡിബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊരു സൗണ്ട് കേട്ടാൽ അത് നമ്മുടെ ബ്രെയിൻ പ്രോസസ് ചെയ്യാൻ 0.1 സെക്കൻഡ് വേണം. അപ്പോൾ ശ്രദ്ധിക്കുക, 0.1 സെക്കൻഡ്. 0.1 സെക്കൻഡിന് മുന്നേ നമ്മൾ സൗണ്ട് കേട്ടാൽ അത് റിവർബറേഷൻ, അതിനുശേഷം നമ്മൾ സൗണ്ട് കേട്ടാൽ അത് എക്കോ. വ്യത്യാസം പഠിച്ചു വയ്ക്കണം. ഓക്കെ, അപ്പോൾ 0.1 സെക്കൻഡ് ആണ് പെർസിസ്റ്റൻസ് ഓഫ് ഓഡിബിലിറ്റി. അതിന് മുന്നേ നമ്മൾ കേട്ടാൽ അത് റിവർബറേഷൻ ആയിട്ട് തോന്നും, ശേഷം കേട്ടാൽ അത് നമുക്ക് എക്കോ ആയിട്ടും തോന്നും. അപ്പോൾ ഇതിനുള്ള ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കുക. ലാസ്റ്റ് ടോപ്പിക്കാണ് ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റി. നമുക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 20 ഹെഡ്സ് ടു എത്രയാണ്? 20,000 ഹെഡ്സ് ആണ്. അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? 20 ഹെഡ്സ് ടു 20 കിലോ ഹെഡ്സ് എന്ന് ചിലപ്പോൾ നിങ്ങൾ തെറ്റിപ്പിക്കാനായിട്ട് തോന്നിക്കും.
തന്നേക്കും, എന്നാലും മാറിപ്പോകുന്നത് ഇത് തന്നെയാണ്. ഇതിനിടയിലുള്ള സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഇതിന് താഴേക്ക് വരുന്ന സൗണ്ടുകൾ നമ്മൾ ഇൻഫ്രാ സോണിക് എന്നും ഇതിന് മുകളിലേക്ക് വരുന്ന സൗണ്ടുകൾ നമ്മൾ അൾട്രാ സോണിക് സൗണ്ടുകൾ എന്നും വിളിക്കും. അൾട്രാസോണിക് സൗണ്ടുകളുടെ ഉപയോഗമൊക്കെ ഒന്ന് നോക്കി വെച്ചോളണം. നമുക്കറിയാമല്ലോ, നമുക്ക് എന്താണ് ഫിസിയോതെറാപ്പി, അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ കിഡ്നി സ്റ്റോൺ പൊടിച്ചു കളയാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കും. അത് നോക്കി വെച്ചോളൂ. തീർന്നു. ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് ഈ ചാപ്റ്റർ ഉള്ളത്. ഇത് നമുക്ക് ഇവിടെ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഹാപ്പൻസ് വെൻ ദ ഫ്രീക്വൻസി ഓഫ് ദ സൗണ്ട് വേവ് പ്രൊഡ്യൂസ്ഡ് നിയർ ആൻ ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഒബ്ജക്റ്റ്. അപ്പോൾ എന്താണ് വാട്ട് ഹാപ്പൻസ് വെൻ ദ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് വേവ്? അപ്പോൾ ഇവിടെ എവിടുന്നാണ് വന്നിരിക്കുന്നത്? നമുക്ക് റെസൊണൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ എന്താണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഹാപ്പൻസ്. ഇപ്പോൾ ചോദ്യം കിട്ടിയാൽ നിങ്ങൾ വ്യക്തമായിട്ട് അത് വായിച്ചു നോക്കിയതിനു ശേഷം മാത്രമേ ഉത്തരം എഴുതാൻ നിൽക്കാവുള്ളൂ. ഓക്കെ, വെൻ ദ ഫ്രീക്വൻസി ഓഫ് എ സൗണ്ട് വേവ് പ്രൊഡ്യൂസ്ഡ് നിയർ ആൻ ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു ദ നാച്ചുറൽ ഫ്രീക്വൻസി. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ അടുത്ത് മറ്റൊരു ഒബ്ജക്റ്റ് ഇരിപ്പുണ്ട്. ഈ ഒന്നാമത്തെ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയ സൗണ്ടിന്റെ ഫ്രീക്വൻസി രണ്ടാമതിരുന്ന ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് തുല്യമാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യും. ഒബ്ജക്റ്റ് റിഫ്ലക്ട് ദ സൗണ്ട് വേവ്, റിഫ്ലക്ട് ഒന്നും ചെയ്യും. ഒബ്ജക്റ്റ് റെസൊണൻസിലാണോ? അതെ, കാരണം നാച്ചുറൽ ഫ്രീക്വൻസിയും മറ്റേ ഫ്രീക്വൻസിയും ഈക്വൽ ആണ്. ഒബ്ജക്റ്റ് പ്രൊഡ്യൂസ് ഡിഫറൻറ്റ് ഫ്രീക്വൻസി, അതുമില്ല. അപ്പോൾ 1 ഉം 3 ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. അപ്പോൾ 1 ഉം 3 ഉം വരുന്ന ഉത്തരം ഏതാണ്? ബി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ റെസൊണൻസ് പഠിച്ചൊരു കുട്ടിക്ക് ഇത് എഴുതാൻ പറ്റും. അടുത്ത ചോദ്യം, എ സോണാർ device on a ship send a sound wave to the sea floor and receive the echo 4 seconds later if the speed of the sound wave is 1500 meter per second. കാരണം എപ്പോഴും 350 ആവണമെന്നില്ല. 350 എന്ന് വെച്ചാൽ എയറിലുള്ളതാണ്, ഇത് വെള്ളത്തിനകത്താണ്. ഡെപ്ത് കണ്ടുപിടിക്കും. ചോദ്യം എന്താണ്? നമ്മുടെ കയ്യിലൊരു ഷിപ്പുണ്ട്. ഷിപ്പിനകത്ത് അറിയാലോ, ഈ കടലിൻ്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്? സോണാർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് അങ്ങനെ എന്തോ ആണ് എൻ്റെ ഫുൾ ഫോം. അപ്പോൾ സൗണ്ട് വേവ് താഴേക്ക് പോയിട്ട് ഒരു സർഫസിൽ തട്ടി തിരികെ വന്നു. അപ്പോഴല്ലേ നമുക്കത് കേൾക്കാൻ പറ്റുള്ളൂ. ഇതിനടുത്ത സമയം എന്ന് പറയുന്നത് എത്രയാണ്? ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 4 സെക്കൻഡാണ്. ഈ പറഞ്ഞ വെലോസിറ്റി അല്ലെങ്കിൽ സൗണ്ട് വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന വേഗത എന്ന് പറയുന്നത് 1500 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡെപ്ത് അഥവാ ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ പറഞ്ഞു, പോയി തട്ടി തിരിച്ചു വരുന്ന കേസുകളിൽ ദൂരം എന്ന് പറയുന്നത് എപ്പോഴും ഇരട്ടിയായിട്ട് എടുത്തു വയ്ക്കുന്നതാണ് നല്ലത്. നമുക്കറിയാം വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. കാണാതെ പഠിക്കേണ്ട, ഇങ്ങനെ എഴുതി തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഇത് അങ്ങോട്ട് പോകും. അപ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് എന്തെന്ന് പറയുന്നത്? 2 times ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വെലോസിറ്റി ഇൻറ്റു ടൈം ബൈ 2 ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി എത്രയാണ് ഇവിടെ? 1500 ഇൻറ്റു ടൈം എത്രയാണ്? 4 സെക്കൻഡ് ബൈ 2. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും? 4 പകുതി 2, 15 2 30. അപ്പോൾ എത്രയായിരിക്കും? 3000 മീറ്റർ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3000 മീറ്റർ. ഓക്കെ, 2 മാർക്ക് സിമ്പിൾ ആയിട്ട്. അടുത്ത ചോദ്യം, ദ സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ വേവ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഈസ് ഡെപിക്റ്റഡ്. വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ്? If it takes 3 seconds to travel from O to A, find the frequency of the wave, find the period of the wave. സിമ്പിൾ ഒരു ചോദ്യം അല്ലേ? ഒരു വേവ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കണം, ഇവിടെ y ആക്സിസിൽ ഡിസ്പ്ലേസ്മെന്റ്, x ആക്സിസിൽ ഡിസ്റ്റൻസുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മെയിൻ പൊസിഷൻ ആണ് ആംപ്ലിറ്റ്യൂഡ്. അത് 0.2 ആണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.2 യൂണിറ്റ് എന്താണ്? മീറ്റർ. If it takes 3 seconds to travel from O to A, ഓയിൽ നിന്നും എയിലേക്ക് എത്താനായിട്ട് 3 സെക്കൻഡ് സമയമുണ്ടെങ്കിൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അപ്പോൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ നമ്പർ ഓഫ് വേവ്സ് ബൈ ടോട്ടൽ ടൈം. ഇവിടെ എത്ര വേവ്സ് ഉണ്ടായി? 1 2 3 വേവ്സ് ഉണ്ടായി. അതിനടുത്ത സമയം എത്രയാണ്? 3 സെക്കൻഡ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേവ്സ് ബൈ ടോട്ടൽ ടൈം 3/3 1. സോ 1 ഹെർട്സ് ആണ് ഇവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറയും. അടുത്ത് പീരീഡ് ഓഫ് ദ വേവ് കണ്ടുപിടിക്കും. പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി. നമുക്കറിയാം ടി ഈസ് ഈക്വൽ ടു 1/f. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 1/f ആകുമ്പോൾ 1/1 അഥവാ 1 സെക്കൻഡ് ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയും. കിട്ടിയില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ 12A ഉത്തരം എന്ന് പറയും. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? 12Bയിലോട്ട് പോകും. ഓക്കെ, 12B ചോദ്യം വായിച്ചേ. എ വേവ് ട്രാവൽസ് ഫ്രം A to B in 1 second. അപ്പോൾ എയിൽ നിന്നും ഒരു വേവ് ബിയിലോട്ട് പോകും.
അതിനടുത്ത് സമയം എന്ന് പറയുന്നത് 1 സെക്കൻഡ്. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് വേവ് ഫോം ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഫിഗർ. അപ്പോൾ ഈ പറഞ്ഞത് ഏതാണ്? അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് എന്ത് പറയാം, ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് പറയാം. ഓക്കെ, ഇത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. വേണമെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ഓക്കെ, ട്രാൻസ്വേഴ്സ് ലോഞ്ചിറ്റ്യൂഡിനലും ആവാം, രണ്ടും എഴുതി വെച്ചാലും മാർക്ക് തരും. ഹൗ ഡസ് ദ സ്പീഡ് ഓഫ് ദ വേവ് ബി ഫൗണ്ട് ബൈ യൂസിങ് വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി. വേവ് ലെങ്ത്തും ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സ്പീഡ് കണ്ടുപിടിക്കുന്നത്? അത് V = F λ എന്ന ഫോർമുല ഉപയോഗിച്ചിട്ടാണെന്ന് എഴുതിയാൽ മതി, മാർക്ക് കിട്ടും. അടുത്ത്, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ വേവ്, സ്പീഡ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ V = എഫും വേണം ലാംഡയും വേണം. എഫ് എന്ന് വെച്ചാൽ ഫ്രീക്വൻസി. ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ വേവ് ബൈ ടോട്ടൽ ടൈം. 1, 2. ടോട്ടൽ ടൈം എത്ര അതാ തന്നിട്ടുണ്ട്, 1. 2/1 = എത്രയാണ്? 2 ഹെഡ്സ് ആണ് നമ്മളിവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ്? 2 ഹെഡ്സ് ആണ്. അടുത്ത വേവ് ലെങ്ത്. വേവ് ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വേവ് ലെങ്ത് എന്ന് വെച്ചാൽ എത്രയാണ്? ഇവിടം മുതൽ ഇവിടം വരെ എത്രയാണ്? 30, 40. എത്രയാണ്? 40 മീറ്ററാണ്. അപ്പോൾ വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. അപ്പോൾ 2 × 40 = 80 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മളിവിടുത്തെ വേവ് ലെങ്ത് എന്ന് പറയും. വേവ് ലെങ്ത് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് 80 കിട്ടും. അടുത്ത ചോദ്യം, സം സ്റ്റേറ്റ്മെന്റ് അസോസിയേറ്റഡ് വിത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആർ ഗിവൺ ബിലോ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. കംപ്രഷൻ ആൻഡ് റിഫ്രാക്ഷൻസ് ആർ ഫോംഡ് ആൾട്ടർനേറ്റീവ്ലി. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനെ സംബന്ധിച്ചത് ശരിയാണ്. ക്രസ്റ്റും ട്രഫും ഉണ്ടാവുന്ന ട്രാൻസ്വേഴ്സിലാണ്. ഡയറക്ഷൻ ഓഫ് വൈബ്രേഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്സും ശരിയാണ്. ഡയറക്ഷൻ ഓഫ് ദ വൈബ്രേഷൻ പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ അല്ല. അപ്പോൾ 1ഉം 3ഉം ആണ് ശരി. അപ്പോൾ 1ഉം 3ഉം ശരി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. 1ഉം 3ഉം ആണ് നമ്മളിവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? 5ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. 5ാമത്തെ ചോദ്യം എന്താ പറഞ്ഞേക്കുന്നത്? 3 വേവ് തന്നിട്ടുണ്ട്. PQR, ഡിസ്റ്റൻസും ടൈമും ആണ് തന്നിട്ടുള്ളത്. വിച്ച് വേവ് ഹാസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി? വൈ. ആർക്കാണ് ഫ്രീക്വൻസി കൂടുതൽ? ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്താ? 1 സെക്കൻഡിൽ എത്ര വേവ് ഉണ്ടാവുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കും? ടോട്ടൽ നമ്പർ ഓഫ് വേവ്സ് ബൈ ടോട്ടൽ ടൈം ആണ്. ഇവിടെ ഏറ്റവും കൂടുതൽ വേവ്സ് ഉണ്ടായിട്ടുള്ള ഏതിലാണ്? 1, 2, 3, 4 സെക്കൻഡ് അല്ലേ, അങ്ങനെയല്ലേ? 1, 2, 3, 4. ഇവിടെ ആണെങ്കിൽ 1, 2, 3. ഇവിടെ ആണെങ്കിൽ 1, 2. അപ്പോൾ ഏറ്റവും കൂടുതൽ വേവ്സ് ഉണ്ടായിട്ടുള്ളത് ക്യൂവിലല്ലേ? അപ്പോൾ ക്യൂവിലാണ്. കാരണം മോർ നമ്പർ ഓഫ് വേവ്സ് ഇൻ ദ ഗിവൺ ടൈം. 6 സെക്കൻഡ് ടൈമിലാണ് 3 വേവ് ഉള്ളത്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ സൈക്കിൾ ഉണ്ടായിട്ടുള്ളത് ക്യൂവിലാണ്. അപ്പോൾ ക്യൂവിന് തന്നെയായിരിക്കും ഫ്രീക്വൻസി കൂടുതലെന്ന് പറയും. വിച്ച് വേവ് ഹാസ് ദ ഹയസ്റ്റ് ആംപ്ലിറ്റ്യൂഡ്? ആംപ്ലിറ്റ്യൂഡ് കൂടുതൽ ആർക്കായിരിക്കും? ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഈ ദൂരമാണ് അല്ലേ? കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ദൂരമുള്ളത് ആർക്കാണ്? 6-നാണ്. ഇറ്റ് ഹാസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മെയിൻ പൊസിഷൻ. ഓക്കെ, അടുത്ത ചോദ്യം, 12ാമത്തെ ചോദ്യം. A tuning fork of frequency 256 Hz is excited and its stem is placed on the table. 256 ഹെഡ്സ് ഫ്രീക്വൻസിയുള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് എടുത്തിട്ട് നമ്മൾ അതിനെ വൈബ്രേറ്റ് ചെയ്തിട്ട് ഒരു ടേബിളിലോട്ട് വയ്ക്കുകയാണ്. ഓക്കെ, ദ ടേബിൾ വൈബ്രേറ്റ് ആൻഡ് പ്രൊഡ്യൂസസ് എ സൗണ്ട്. അപ്പോൾ ഇതനുസരിച്ച് ടേബിൾ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. വെൻ എ ട്യൂണിംഗ് ഫോർക്ക് ഓഫ് ദ ഫ്രീക്വൻസി ഓഫ് 288 Hz is excited and its stem is placed on the table gave a sound of maximum loudness. അപ്പോൾ ഇത് 256. എന്നാൽ നമ്മൾ 256 പകരം 288 ഹെഡ്സിൽ നമ്മൾ എന്ത് ചെയ്തു? മറ്റൊരു ട്യൂണിംഗ് ഫോർക്ക് കൊണ്ടുവന്നിട്ട് ഈ ടേബിളിലോട്ട് കൊടുത്തപ്പോൾ ടേബിൾ കുറച്ചും കൂടി നന്നായിട്ട് എന്ത് ചെയ്തു? വൈബ്രേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് ദ ടേബിൾ ഇൻ ദ ഫസ്റ്റ് കേസ്? ഫസ്റ്റ് കേസിൽ ടേബിളിൻ്റെ ഫ്രീക്വൻസി എത്ര? ഫസ്റ്റ് കേസിൽ ടേബിളിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിൽ കൊണ്ടുവച്ച് ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസിക്ക് തുല്യം. അതായത് ഫസ്റ്റ് കേസിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ടേബിളിൻ്റെ എത്രയായിരിക്കും? 256 ഹെഡ്സ് ആയി. അടുത്ത് റീസൺ എന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. അടുത്ത് വാട്ട് ഈസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ടേബിൾ? വൈ ഡു യു തിങ്ക് സോ? അങ്ങനെയാണെങ്കിൽ ടേബിളിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എത്ര? അപ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി എത്ര എന്ന് കണ്ടുപിടിക്കുകയാണ് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നേക്കുന്നത്. മാക്സിമം ലൗഡ്നെസ്. ഒരു ഒബ്ജക്റ്റ് മാക്സിമം ലൗഡ്നെസ്സിൽ വൈബ്രേറ്റ് ചെയ്യുന്ന എപ്പോഴായിരിക്കും? അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഫോഴ്സ്ഡ് ഫ്രീക്വൻസിയും തുല്യമാവും. അപ്പോൾ എപ്പോഴാണ് അത് സംഭവിച്ചത്? 288 ഹെഡ്സ് ഉള്ളത് കൊണ്ടുവച്ചപ്പോഴാണ് ടേബിൾ മാക്സിമം സൗണ്ട് ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ ടേബിളിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എത്ര തന്നെയായിരിക്കും? 288 ഹെഡ്സ് ആയിരിക്കും ടേബിളിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയും. അപ്പോൾ ടേബിളിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 280 ഹെഡ്സ് ഉണ്ടെങ്കിൽ. വൈ? ബിക്കോസ് അറ്റ് 288 ഹെഡ്സ് the table vibrated with the maximum frequency.
So when the maximum frequency and the forced frequency become equal, the object will vibrate with the maximum amplitude. That is called a resonance. അതാണ് സംഭവം. അടുത്ത്, why was the sound heard with the maximum loudness in the second case? എന്തുകൊണ്ടായിരിക്കും? ഇപ്പൊ പറഞ്ഞ ഉത്തരം എഴുതിയാൽ മതി. ഒരു മാർക്കല്ലേ. അപ്പോൾ ഈ ചോദ്യത്തിൽ ജസ്റ്റ് ഇത് മാത്രം എഴുതിയാൽ മതി. രണ്ടാമത്തെ ചോദ്യത്തിൽ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം എഴുതിയ മാർക്ക് കിട്ടും. അടുത്ത 12B. 12Bയിൽ എന്താ ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ ചൈൽഡ് എ ഈസ് ഇൻ എ റൂം ഓഫ് ലെങ്ത് 10 meter and B in a room of length 40 meter. Both of them made a loud sound in their respective room. Who will hear an echo? Why? അതായത് ഒന്നാമത്തെ കുട്ടി നിൽക്കുന്ന റൂമിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 മീറ്റർ. രണ്ടാമത്തെ കുട്ടി നിൽക്കുന്ന റൂമിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 40 മീറ്റർ. ഇവിടെ രണ്ട് കുട്ടികളും സൗണ്ട് ഉണ്ടാക്കിയെങ്കിൽ ഏത് കുട്ടിയായിരിക്കും എക്കോ കേൾക്കുന്നത് എന്ന് വെച്ചാൽ, എക്കോ കേൾക്കാനുള്ള മിനിമം ദൂരം എന്ന് പറയുന്നത് 17.5 ആണ്. എന്തായാലും 10 മീറ്റർ നീളമുള്ള ഒരു മുറിക്കകത്ത് 17.5 മീറ്റർ സൗണ്ട് സഞ്ചരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ബിയിലായിരിക്കും എക്കോ കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ ചോദിച്ചിട്ടുണ്ട്, വൈ, എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ മിനിമം ഡിസ്റ്റൻസ് ടു ഹിയർ ആൻ എക്കോ ഈസ് 17.5 മീറ്റർ. ദാറ്റ് ഈസ് ഓൺലി പോസിബിൾ ഇൻ ദ റൂം ബി എന്ന് നമുക്ക് ഉത്തരം പറയാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഈ ചോദ്യം, ഒബ്സർവ് ദ പിക്ചർ. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? എ ആൻഡ് ബി ആർ ടു വാൾസ്. എയും ബിയും രണ്ട് ചുവരുകളാണ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈസ് 28 മീറ്റർ. ഇവർക്കിടയിലുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 28 മീറ്റർ. എ പേഴ്സൺ ക്ലാപ്സ് അറ്റ് എ പൊസിഷൻ മാർക്ക്ഡ് എക്സ്. എക്സ് എന്ന് പറയുന്ന പൊസിഷനിൽ ഒരാൾ നിന്നിട്ട് ക്ലാപ്പ് ചെയ്യുന്നു. ദ ഡിസ്റ്റൻസ് ഫ്രം ദ വാൾ എ ടു എക്സ്. എയിൽ നിന്നും എക്സ് വരെയുള്ള ദൂരം 10.5 മീറ്റർ ആണെങ്കിൽ വിച്ച് വാൾ പ്രൊഡ്യൂസസ് ദ ഫസ്റ്റ് എക്കോ ദാറ്റ് ക്യാൻ ബി ക്ലിയർലി ഹിയർഡ് ബൈ ദ പേഴ്സൺ. അപ്പോൾ എന്തായാലും സൗണ്ട് കേൾക്കാൻ പറ്റുന്നത് എ എന്ന വാളിൽ നിന്നായിരിക്കില്ല. കാരണം എ എന്ന വാൾ 10.5 മീറ്റർ ദൂരേ ഉള്ളൂ. 10.5 മീറ്റർ ദൂരം 17.5-നേക്കാളും ചെറുതായത് കൊണ്ട് തന്നെ ബി എന്ന് പറഞ്ഞ വാളിലായിരിക്കും എക്കോ കേൾക്കുന്നത്. ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ടു ഹിയർ ദ ഫസ്റ്റ് എക്കോ ഓഫ് ദ ക്ലാപ്പ്? അപ്പോൾ ടൈം കണ്ടുപിടിക്കണം. വെലോസിറ്റി തന്നിട്ടുണ്ട് 350 മീറ്റർ പെർ സെക്കൻഡ്. രണ്ട് സ്ഥലവും തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? അത് 28 മൈനസ് 10.5. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 17.5 മീറ്റർ. ചോദിച്ചിട്ടുള്ളത് ടൈം കണ്ടുപിടിക്കാനാ. അപ്പോൾ ഇവിടെ നമ്മൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ 2 ഇടേണ്ട ആവശ്യമില്ല. കാരണം എന്താ ചോദിച്ചിട്ടുള്ളത്? അല്ല, 2 വേണം. 2 ഇല്ലാതെ എക്കോ കേൾക്കില്ലല്ലോ. അപ്പോൾ 2. അപ്പോൾ ഇവിടെ 2. ഓക്കെ, 2. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ടൈം കണ്ടുപിടിക്കണം. അപ്പോൾ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? 2D/V. 2 into 17.5 by 350. ഇപ്പോൾ ടൈം ഈസ് ഈക്വൽ ടു എത്രയാണ്? 17.5 ബൈ 35 അല്ലേ? 35/350 1/10 അല്ലെങ്കിൽ ടൈം ഈസ് ഈക്വൽ ടു 0.1 സെക്കൻഡ്. ഇതാണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, 0.1 സെക്കൻഡ് ആണ് നമ്മളുടെ ഉത്തരം എന്ന് പറയുന്നത്. 17.5 ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും, പക്ഷേ സ്റ്റെപ്പ് ഇട്ട് എഴുതുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ചോദ്യം എഴുതാനായിട്ട് പറ്റും. അടുത്ത ചോദ്യം, 12ാമത്തെ ചോദ്യം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ കംപ്രഷൻ ആൻഡ് അഡ്ജസന്റ് റെയർ ഫ്രാക്ഷൻ. ഒരു കംപ്രഷനും അതിൻ്റെ അടുത്തുള്ള ഒരു റെയർ ഫ്രാക്ഷനും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 17.5 സെൻറ്റിമീറ്റർ. ദിസ് വേവ് ടേക്സ് 2 seconds ടു ട്രാവൽ എ ഡിസ്റ്റൻസ് ഓഫ് 1400 മീറ്റർ. അപ്പോൾ ടൈം തന്നിട്ടുണ്ട് 2 സെക്കൻഡ് ടോട്ടൽ ടൈം. അതുകൊണ്ട് സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. എത്രയാണ്? 1400 മീറ്റർ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദ വേവ്? അപ്പോൾ നോക്കടാം, ഇവനും തമ്മിൽ 17.5 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇവനും തൊട്ട് അടുത്തുള്ള കംപ്രഷനും, ഇത് കംപ്രഷൻ, ഇത് റെയർ ഫ്രാക്ഷൻ, ഇത് കംപ്രഷൻ. ഈ കംപ്രഷനും റെയർ ഫ്രാക്ഷൻ തമ്മിൽ 17.5 ദൂരമാണെങ്കിൽ ഈ റെയർ ഫ്രാക്ഷനും കംപ്രഷനും തമ്മിലും എത്ര തന്നെയായിരിക്കും? 17.5 സെൻറ്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വേവ് ലെങ്ത് എന്ന് വെച്ചാൽ എന്താ? അടുത്തടുത്തുള്ള രണ്ട് കംപ്രഷൻ തമ്മിലുള്ള ദൂരമല്ലേ? അപ്പോൾ 17.5 + 17.5. സോ ഇവിടുത്തെ വേവ് ലെങ്ത് എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 35 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ വേവ് ലെങ്ത് മീറ്ററിലായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 0.35 മീറ്റർ എന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഉത്തരം എഴുതാനായിട്ട് പറ്റും അല്ലേ? ആലോചിച്ച് നോക്കി, ഒരു കംപ്രഷൻ റെയർ ഫ്രാക്ഷൻ തമ്മിൽ 17.5, എന്നാൽ അടുത്ത റെയർ ഫ്രാക്ഷൻ കംപ്രഷൻ തമ്മിൽ എത്ര തന്നെ ആയിരിക്കും? 17.5. ചോദിച്ചിട്ടുള്ള വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് എന്ന് വെച്ചാൽ രണ്ട് കംപ്രഷൻ തമ്മിലുള്ള ദൂരം എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ 17.5 + 17.5 35. സോ വേവ് ലെങ്ത് കിട്ടി. അടുത്ത, വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ്? സോ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു, എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നമുക്കറിയാം V ഈസ് ഈക്വൽ ടു F λ നമുക്കറിയാം. പക്ഷേ നമുക്കിവിടെ
ലാംഡ ഉണ്ട്, പക്ഷെ വെലോസിറ്റി ഇല്ല. പക്ഷെ വെലോസിറ്റിക്ക് പകരമാണ് ഈ ഒരു സാധനം തന്നിട്ടുള്ളത്. ഇവിടെ വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. സോ ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട് എത്രയാണ്? 1400 ബൈ ടൈം തന്നിട്ടുണ്ട് 2 സെക്കൻഡ്. അപ്പോൾ വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും? 700 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ 700 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ഡിസ്പ്ലേസ്മെന്റ് അല്ല, നമുക്ക് വേവ് ലെങ്ത് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, ഫ്രീക്വൻസി കണ്ടുപിടിച്ചൂടെ? അപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്? V is equal to F ലാംഡ. അതിൽ നിന്നും നമുക്ക് F is equal to എന്തായിരിക്കും? V by ലാംഡ. സോ F is equal to V എത്ര? 700 ബൈ ലാംഡ എന്ന് വെച്ചാൽ എത്രയാണ്? ലാംഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.35. സോ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര വരും? 2000 ഹെഡ്സ്. എത്ര വരും? 2000 ഹെഡ്സ് എന്ന് വരും ഫ്രീക്വൻസി. ഓക്കെ, ഫ്രീക്വൻസി എത്ര വരും? 2000 ഹെഡ്സ് എന്ന് വരും. അതാണ് നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ ചോദ്യം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം. ഓക്കെ, എക്സ് ഉണ്ട്, എ ഉണ്ട്. ദ സൗണ്ട് ഓഫ് എ പേഴ്സൺ ക്ലാപ്പിംഗ് അറ്റ് എ പോയിന്റ് എക്സ്. എക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരാൾ ക്ലാപ്പ് ചെയ്യുന്നു. ഇത് എ എന്ന് പറയുന്ന വാളിലേക്ക് എത്താൻ എടുത്ത സമയമാണ് 0.02 സെക്കൻഡ്. ഇവിടെ നിന്ന് ഇവിടെ വരെ സഞ്ചരിക്കാൻ വേണ്ടി എടുത്ത സമയമാണ് 0.02 സെക്കൻഡ്. ഹൗ ഫാർ ഈസ് ദ വാൾ എ ഫ്രം എക്സ്? അപ്പോൾ എ എന്ന് പറഞ്ഞ വാൾ എക്സിൽ നിന്നും എത്ര ദൂരം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തന്നിട്ടുണ്ട് എക്സിൽ നിന്നും എ വരെ സൗണ്ടിൽ സഞ്ചരിക്കാൻ വേണ്ടി എടുത്ത സമയം 0.02 സെക്കൻഡ്. സൗണ്ടിൻ്റെ വേഗത തന്നിട്ടുണ്ട് 380 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെ ഞങ്ങൾ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ 2 ഡിസ്റ്റൻസ് കൊടുക്കണ്ട, കാരണം ഇത്ര മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ളതല്ലേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ അതിൽ നിന്നും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി 350 ഇൻറ്റു ടൈം എത്ര? 0.02. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം ഇതിനെ? 2/100 എന്നും എടുക്കാം. 0 വെട്ടിപ്പോ 35 ഇൻറ്റു 2 ബൈ 10. അപ്പോൾ എത്ര വരും? 7 അല്ലേ? 7 35 ഇൻറ്റു 2 എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? 6 70 വരും. 70ൻ്റെ ബൈ 7 മീറ്റർ എന്ന് വരും. 7 മീറ്റർ. ഓക്കെ, അടുത്ത ചോദ്യം, 18ാമത്തെ ചോദ്യം. ഓക്കെ, എ വേവ് ഫോംഡ് ഇൻ എ സ്ലിങ്കി ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. പക്ഷേ ഈ ചോദ്യം നമ്മൾ ഓൾറെഡി ചെയ്തു അല്ലേ? നമ്മൾ നേരത്തെ ഈ ചോദ്യം ചെയ്തതാണ്. ചെയ്യാത്തത് എന്ത് മാത്രമാണ്? വേവിൻ്റെ സ്പീഡ് കൂടെ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേവിൻ്റെ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം തന്നിട്ടുണ്ട്. എത്രയാണ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സെക്കൻഡ്സ് തന്നിട്ടുണ്ട്. ആദ്യത്തെ 2 നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടേ. അടുത്ത് വേറെ എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. എത്രയാണ്? 7 മീറ്റർ ആണ്. അപ്പോൾ വെലോസിറ്റി എന്ന് വെച്ചാൽ അപ്പോൾ ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ നല്ല ഫ്രീക്വൻസി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. ഫ്രീക്വൻസി അല്ലേ? പിന്നെ വേണ്ടേ? വേവ് ലെങ്ത്. നമുക്ക് അടുത്ത ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. എന്തായാലും ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്താ? ടോട്ടൽ നമ്പർ ഓഫ് വേവ്സ്. ഒരു കംപ്രഷൻ റയർ ഫ്രാക്ഷൻ, ഒരു കംപ്രഷൻ റയർ ഫ്രാക്ഷൻ, ഒരു കംപ്രഷൻ റയർ ഫ്രാക്ഷൻ, 3. അതിനുവേണ്ടി എടുത്ത സമയം എത്രയാണ്? 2. അപ്പോൾ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 3/2 ആയിരിക്കും. അതായത് 1.5 ഹെഡ്സ് ആണ് ഫ്രീക്വൻസി. അപ്പോൾ വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? എഫ് ലാംഡ. എഫ് എത്ര? 1.5 ഇൻറ്റു ലാംഡ എത്ര? 7. അപ്പോൾ 1.5 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 10.5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്കിവിടെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം, ബി പാർട്ട് ചോദ്യം. എന്താ ചോദിച്ചിട്ടുള്ളത്? വിച്ച് വേവ് ഹാസ് ദ ലോവർ ആംപ്ലിറ്റ്യൂഡ്? ഇത് നമ്മൾ ചെയ്തു അല്ലേ? ഇത് നമ്മൾ ചെയ്തു. ഇവിടെയും സ്പീഡ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്, എയുടെയും ബിയുടെയും. ബാക്കി 2 കിട്ടിയെങ്കിൽ സെയിം ടൈപ്പ് റിപ്പീറ്റേഷൻ ആയതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, 2ാമത്തെ ചോദ്യം. ദ സ്പീഡ് ഓഫ് എ വേവ് ത്രൂ എ മീഡിയം ഡിപ്പെൻഡ് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മീഡിയം. സ്പീഡ് ഈസ് കോൺസ്റ്റന്റ്, ഫ്രീക്വൻസി ഓഫ് ദ വേവ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ വേവ് ലെങ്ത്. അപ്പോൾ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഓക്കെ, ദ സ്പീഡ് ഓഫ് എ വേവ് ത്രൂ എ മീഡിയം ഡിപ്പെൻഡ് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മീഡിയം. ഒരു മീഡിയത്തിലൂടെ സൗണ്ടിൻ്റെ വേവ് എന്ന് പറയുന്നത് ആ മീഡിയത്തിൻ്റെ ക്യാരക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. 1, വെൻ സ്പീഡ് ഈസ് കോൺസ്റ്റന്റ്. സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ വേവ് ലെങ്ത് എന്നാണ്. കാരണം നമുക്കറിയാം V is equal to F ലാംഡയാണ്. സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ F is equal to എന്താണ്? 1/λ എന്ന് എടുക്കാം. നമുക്ക് എടുത്തൂടെ? എടുക്കാം, ശരിയാണ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. പക്ഷെ അതിൻ്റെ റീസൺ ആണോ ഇത് തന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ ബി ആയിരിക്കും നമ്മുടെ ഉത്തരം വരും. കാരണം ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സ്പ്ലനേഷൻ അല്ല ഇത് തന്നിട്ടുള്ളത്. 2 ശരിയായിട്ടുള്ള കാര്യമാണ്, പക്ഷേ അത് എക്സ്പ്ലനേഷൻ ശരിയല്ല. അപ്പോൾ ബി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയും. ഓക്കെ, അടുത്ത് 6ാമത്തെ ചോദ്യം. 6ാമത്തെ ചോദ്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 figures. The figure shows 3 wires A, B and C of different length fixed to a wooden block. When the wooden block was vibrate, all the wires undergo vibration.
വിച്ച് വയർ വൈബ്രേറ്റ് വിത്ത് ഹയർ ഫ്രീക്വൻസി? ഏറ്റവും കൂടുതൽ ലെങ്ത് കുറഞ്ഞ ആളായിരിക്കും ഹയർ ഫ്രീക്വൻസി വൈബ്രേറ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നു അല്ലേ? റീസൺ എന്താണ്? ലെങ്ത് കുറവാകുമ്പോൾ ഫ്രീക്വൻസി കൂടുതലായിരിക്കും. ഇത് വയർ ബി ടേക്സ് 1 seconds ടു കംപ്ലീറ്റ് 100 വൈബ്രേഷൻസ്. അപ്പം ബിക്ക് 100 വൈബ്രേഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ 1 സെക്കൻഡ് വേണമെങ്കിൽ ടൈം പീരീഡ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 100/1 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? അല്ല, ടൈം പീരീഡ് അല്ല ചോദിച്ചിട്ടുള്ളത്, തിരിച്ചു അല്ലേ? എന്താണ്? ടൈം പീരീഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നിട്ടുള്ളത് എന്താണ്? 1 സെക്കൻഡ് കൊണ്ട് 100 വൈബ്രേഷൻ ആണെങ്കിൽ പീരീഡ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടൈം പീരീഡ് ചോദിച്ചിട്ടുണ്ട്. 1 സെക്കൻഡ് കൊണ്ട് 100 വൈബ്രേഷൻ ആണെങ്കിൽ ഒരു വൈബ്രേഷൻ എത്ര സമയം? 100/1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.01 സെക്കൻഡ് അല്ലേ? അങ്ങനെയല്ലേ? ഒരു വൈബ്രേഷന് വേണ്ട സമയമാണ് ടൈം പീരീഡ്. ഇവിടെ 1 സെക്കൻഡിൽ 100 വൈബ്രേഷൻ എങ്കിൽ ഒരു വൈബ്രേഷൻ എത്ര? 100/1 0.01 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അടുത്ത് volcanic eruption earthquake occur sometime large scale displacement of the ocean water resulting in disaster. By what name are the resulting ocean waves are known as? Tsunami എന്ന് എക്സ്പ്ലെയിൻ എസ്കേപ്പ് ആവാനുള്ള മെഷേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത് 8ാമത്തെ ചോദ്യം. A bat produces a sound that receive the reflected wave from an insect of 0.1 second later. അപ്പോൾ ടൈം തന്നിട്ടുണ്ട്, എത്രയാണ്? 0.1 സെക്കൻഡ്. അപ്പോൾ ഒരു ബാറ്റ് ഉണ്ട്, ബാറ്റിൽ നിന്ന് ഒരു ഇൻസെക്റ്റ് ഉണ്ട്. ഇൻസെക്റ്റ് തട്ടി തിരിച്ചു വരേണ്ടത് സമയം 0.1 സെക്കൻഡ് ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് 350 മീറ്റർ/സെക്കൻഡ് ആണെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഒരു പാടുമില്ല അല്ല, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക ഇവിടെ ഒരു പാടുമില്ല. ഡിസ്റ്റൻസ് വെച്ച് എന്താണ്? വെലോസിറ്റി ഇൻറ്റു ടൈം ബൈ 2 ആണ്. അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ചെയ്യുമല്ലോ നിങ്ങൾ? ചെയ്യും. ഓക്കെ, അടുത്ത ചോദ്യം. ഇൻ എ ഫിസിക്സ് ക്ലാസ് വൈൽ ഡൂയിങ് എൻ എക്സ്പെരിമെന്റ് യൂസിങ് ദ apparatus shown in the figure. Okay, in a physics class while doing an experiment using the apparatus shown in the figure, when a longer wire is made to vibrate, some students opinion that all the wires vibrate. What is your opinion? Justify your answer. വലിയതിനെ തട്ടിയപ്പോഴത്തേക്കും ബാക്കിയുള്ളത് വൈബ്രേറ്റ് ചെയ്യും. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് ഉത്തരം. When a shorter wire is made to vibrate, it is observed that only the shorter one vibrate with a larger amplitude. Why? ഷോർട്ടർ വയർ തട്ടിയപ്പോൾ ഷോർട്ടർ ആയിട്ടുള്ളത് മാത്രം ലാർജർ ആംപ്ലിറ്റ്യൂഡ് വൈബ്രേറ്റ് ചെയ്തു, കാരണം അവരുടെ ഫ്രീക്വൻസി സെയിം ആയതുകൊണ്ട്. റെസണൻസ്. If a wire takes 0.5 seconds to vibrate 100 times, what is the frequency? Okay, ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഫ്രീക്വൻസിയാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? ചോദിച്ചിട്ടുള്ളത്. ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ നമുക്കറിയാം. 100 തവണ വൈബ്രേറ്റ് ചെയ്തു, ടോട്ടൽ നമ്പർ ഓഫ് വൈബ്രേഷൻസ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ 100/0.5 എന്ന് വരും. ദാറ്റ് ഈസ് 200 ഹെഡ്സ് എന്ന് വരും നമുക്ക് ഉത്തരം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇവിടുത്തെ ചോദ്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. A burette full of water is fixed vertically on a stand. After opening the burette tap, a tuning fork with a frequency of 512 Hz is excited at the top. The loudness of the sound heard seems to increase. What could be the reason? അതായത് നമ്മൾ ഇവിടെ നിന്ന് ഈ ബ്യൂററ്റിൽ നിന്ന് വെള്ളം തുറന്ന് വിട്ടപ്പോഴത്തേക്കും ഇവിടെ എയർ കോളം ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ആയി വരികയാണ്. വെള്ളം കുറയുന്നു, എയർ കോളം കൂടി വരുന്നു. നമ്മൾ 512 ഹെഡ്സ് ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്കിന് വൈബ്രേറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് നമുക്ക് പതിയെ സൗണ്ട് കൂടി വരുന്നതായിട്ട് കാണാൻ സാധിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ്? ലെങ്ത് കൂടുന്നു, അപ്പോൾ ഫ്രീക്വൻസി കൂടുന്നു അല്ലേ? വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദിസ്? എന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് എന്താണ്, നമ്മുടെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് ഇവിടുത്തെ കറക്റ്റ് ഉത്തരവ് എന്ന് പറയുന്നത്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ, എയർ കോളത്തിന് നമ്മളിവിടെ 512 ഹെഡ്സിൻ്റെ ട്യൂണിംഗ് ഫോർക്ക് ഫോഴ്സ് ചെയ്ത് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് സൗണ്ട് കൂടി വരുന്നു. അടുത്ത്, ആഫ്റ്റർ സം ടൈംസ് ദ സൗണ്ട് വാസ് ഹേർഡ് മച്ച് ലൗഡർ. കാരണം എന്തായിരിക്കും? കുറച്ച് കഴിയുമ്പോൾ മച്ച് ലൗഡറായിട്ട് കേട്ടു. എന്തുകൊണ്ടാണ്? ആൻഡ് ദെൻ ഇറ്റ് ഡിക്രീസസ്. അതായത് ഒരു പ്രത്യേക പോയിന്റ് എത്തിയപ്പോൾ ലൗഡായിട്ട് കേട്ടു. കാരണം അവിടെ എയറിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഈ പറയുന്ന 512 ഹെഡ്സ് എന്ന് പറയുന്ന ഫോഴ്സ്ഡ് ഫ്രീക്വൻസിയും തുല്യമായിട്ട് വന്നു. റെസൊണൻസ് സംഭവിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് എന്ത് ചെയ്തു? കുറഞ്ഞു അല്ലേ? അത് കഴിഞ്ഞപ്പോൾ ഡിക്രീസ് ചെയ്തു. എന്തുകൊണ്ടാണ്? വെള്ളം വീണ്ടും പോയപ്പോഴത്തേക്കും ഈ പറഞ്ഞ നാച്ചുറൽ ഫ്രീക്വൻസി 512 ഹെഡ്സിൽ നിന്ന് മറ്റൊരു ഫ്രീക്വൻസിയിലോട്ട് മാറി. അപ്പോഴത്തേക്ക് എന്ത് പറ്റി? സൗണ്ടിൻ്റെ ഇതും കുറഞ്ഞു. അടുത്ത്, സം സ്റ്റുഡൻസ് ഒപ്പീനിയൻഡ് ദാറ്റ് ടു ഹിയർ എ സൗണ്ട് ലൗഡ് അഗൈൻ. ഇനിയും ലൗഡായിട്ടുള്ള സൗണ്ട് കേൾക്കണമെങ്കിൽ നമ്മൾ ഈ ട്യൂണിംഗ് ഫോർക്ക് മാറ്റിയിട്ട് മറ്റൊരു ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിക്കണം. അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 512 കൂടുതലാണോ കുറവാണോ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, എയർ കോളത്തിൻ്റെ ലെങ്ത് ഇവിടെ കൂടുകയാണ് ചെയ്യുന്നത്. സമയം കഴിയുമ്പോൾ എയർ കോളത്തിൻ്റെ ലെങ്ത് കൂടുകയാണ്. അപ്പോൾ ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും. അപ്പോൾ ഇനിയും നമുക്ക് റെസൊണൻസ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 512 എന്തായിരിക്കണം? ലോവർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ എയർ കോളത്തിൻ്റെ ഫ്രീക്വൻസി ആയിട്ട് മാച്ച് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് പറയണം? ദ ലെങ്ത് ഓഫ് ദ എയർ കോളം ഇൻക്രീസസ്, ദ ഫ്രീക്വൻസി, ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഇറ്റ് ഡിക്രീസസ്. ഇൻ ഓർഡർ ടു ഹിയർ എ resonance again, we need to use a tuning fork with a lower frequency. Okay, അടുത്ത, when the sound was heard much louder from inside the burette. അതായത് ബ്യൂററ്റിൽ നിന്ന് നമ്മൾ ലൗഡ് സൗണ്ട് കേട്ട സമയത്ത്
കേട്ട സമയത്ത് അനദർ ഒബ്ജക്റ്റ് നിയർ ബൈ, ഇതിനടുത്തിരുന്ന മറ്റൊരു ഒബ്ജക്റ്റും ഹൈ ആംപ്ലിറ്റ്യൂഡ് വൈബ്രേറ്റ് ചെയ്തു എങ്കിൽ ഈ ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എത്രയായിരിക്കും? അത് ഇതിന് തുല്യമായിരിക്കും. 512 ഹെർട്സ് ആയിരിക്കും ഇവിടുത്തെ നാച്ചുറൽ ഫ്രീക്വൻസി. ഓക്കെ, അടുത്ത ചോദ്യം. എ പോലീസ് ഓഫീസർ വർക്കിംഗ് അറ്റ് എ ബിസി ട്രാഫിക് signal point hear sound of various frequencies. Some frequencies of the sound hearing him are given to. അതായത് ഇത്രയും ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലീസുകാരനെ കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസി ഏത്? ഇത് നമ്മൾക്ക് കാരണം പറ്റത്തില്ല. ഇത് അൾട്രാസൗണ്ടിൽ വരുന്നത്, അൾട്രാസോണിക് ഫ്രീക്വൻസി വരുന്നതാണ്. ഇത് ഇൻഫ്രയിൽ വരുന്നതാണ്. ബാക്കിയെല്ലാം കേൾക്കാനായിട്ട് പറ്റും. നമ്മുടെ ഹ്യൂമൻ റേഞ്ച് എത്ര? 20 ഹെഡ്സ് ടു 20,000 ഹെഡ്സ് ആണ്. സൗണ്ട് ഫ്രീക്വൻസി നമ്മളെക്കാളും കുറവാണെങ്കിൽ അതിനെ ഇൻഫ്രാസോണിക് എന്ന് വിളിക്കും, കൂടുതലാണെങ്കിൽ അൾട്രാസോണിക് എന്ന് വിളിക്കും. എന്തിനൊക്കെ ഉപയോഗിക്കും? കിഡ്നി സ്റ്റോൺ ബ്രേക്ക് ചെയ്യാനായിട്ട്, യൂട്ടൻസിൽസ് അല്ലെ കോംപ്ലിക്കേറ്റഡ് ഷേപ്പിലുള്ളതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാനിങ്ങിനൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സ്വന്തമായിട്ട് അറിയാം എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വരുന്ന പരീക്ഷയ്ക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. ഒരു സംശയം, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സെറ്റാണ്. ഈ ചോദ്യങ്ങളുടെ ഉത്തരം എല്ലാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ 100% ഈ ചാപ്റ്റർ എന്നുള്ള മാർക്ക് നമുക്ക് സെറ്റാണ്. സോ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഇതുപോലെയുള്ള ക്ലാസ്സുകളായിട്ട് വരുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.